ഹായ് ഗൈസ്, ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റീൽ ചെയ്തപ്പോൾ എനിക്ക് 200 മേലെ കമൻസാണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് ഇത്രയേറെ ആൾക്കാർ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് യൂട്യൂബിലത് കാണുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളിലേക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം എനിക്ക് വരുന്ന പല കോളുകളിലും ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് പൊറുതിമുട്ടി, ഇനി നമുക്കിതിനെ വേണ്ട, ആർക്കും കൊടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ ഈ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് നിങ്ങളുടെ ഡോഗിനെ ഈ പ്രോബ്ലം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ടൈമിംഗ് ആണ്. പിന്നെ നിങ്ങൾ എന്ത് ഫീഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു അഡൾട്ട് ഡോഗാണ്, ഇപ്പോൾ 3 വയസ്സ് 4 വയസ്സുള്ള ഡോഗൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാലം സ്ഥിരമായിട്ട് കേജിൽ തന്നെ പോട്ട് ചെയ്ത് ശീലിച്ച ഡോഗ് 1-2 ദിവസം കൊണ്ട് പുറത്ത് ശീലമാകുന്ന രീതിയിലേക്ക് മാറില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അതിനൊരു സമയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം എന്തായാലും കൊടുക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഒരു അഡൾട്ട് ഡോഗാണെങ്കിൽ പിന്നെ ആഫ്റ്റർ 6 മന്ത് ആണെങ്കിൽ 2 നേരം മതി ഫുഡ്. ഇപ്പോൾ രാവിലെ ഒരു 9 മണി, വൈകുന്നേരം 5 മണി എന്നുള്ള നിലയിൽ, അതായത് ഒരു 10 മണിക്കൂറോ ഗ്യാപ്പ് കിട്ടുന്ന വിധത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെ കണ്ടമാനം ഫുഡ് കൊടുക്കാതെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഫുഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന ഫുഡ് കൊടുക്കാൻ പാടില്ല, ഇന്നത് കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഒരേ ടൈപ്പ് ഫുഡ്, ഇപ്പോൾ രാവിലെ നിങ്ങൾ കിബിൾസ് കൊടുക്കുന്നുണ്ട്, അതേതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു കിബിൾസ് കൊടുക്കുന്നു, വൈകുന്നേരം ചിക്കൻ റൈസും കൊടുക്കുന്നു, ലേശം വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നു, ഓക്കെ, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്തിരിക്കുക ഈ പീരീഡിൽ ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്ന് ഫുഡ് കൊടുക്കണമെന്ന് ഞാൻ പറയല്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഭക്ഷണം ക്രമീകരണം, ടൈമിങ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഡോഗിനെ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കേജിൽ തന്നെ ശീലിച്ച ഡോഗ്, ഇപ്പോൾ അതിൻ്റെ ഫ്ലോറാണ് ഡോഗ് നോക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്ലോർ അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിലുള്ള ചെയ്ത് ശീലിച്ച ഡോഗ് നിങ്ങളിനി റോഡിലോ മണ്ണിലോ മണലിലോ പുല്ലിലോ എവിടെ കൊണ്ടുപോയാലും ചെയ്യില്ല. നേരെ തിരിച്ച് കൊണ്ടുവന്ന് കേജിലാക്കിയ സ്പോട്ടിൽ ടോയ്ലറ്റ് ചെയ്യും എന്നുള്ളൊരു സ്ഥിതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെൻസ് റെഡിയാക്കുക. അതായത് ഇപ്പോൾ വലിയ ഫെൻസല്ല ഞാൻ പറയുന്നത്, നമ്മളൊരു കേജിൻ്റെ വലുപ്പത്തിലുള്ള ഒരു 5x5 സൈസിലുള്ള ഒരു ഫെൻസിങ് റെഡിയാക്കുക. അതായത് അതിൻ്റെ ഫ്ലോറ് വേണ്ട, ടോപ്പും വേണ്ട, 4 ഭാഗവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫെൻസിങ്, അതിനൊരു ഡോറ്. എന്നിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഡോഗിനെ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് കൊണ്ടുപോയാക്കുക. അപ്പോൾ അത് സ്ഥലം കുറച്ച് ക്ലീൻ ആയിരിക്കണം. മണ്ണെല്ലാം അടിച്ചുറപ്പിച്ച് മറ്റ് കല്ലും വടിയും അതൊന്നും ഇല്ലാതെ ക്ലീനാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി ആക്കുക. എന്നിട്ട് നിങ്ങൾ ഡോഗിനെ നോട്ടീസ് ചെയ്യുക. എപ്പോഴാണോ ഡോഗ് ടോയ്ലറ്റ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് കൂട്ടിലേക്കാക്കുക. ഞാൻ പറയുന്നത് ഇത് 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് ശരിയായെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് 2-3 മണിക്കൂറും ഡോഗ് വെയിറ്റ് ചെയ്തിട്ടും കൂട്ടിൽ ചെയ്യാത്ത, ആ ഫെൻസിനകത്ത് ചെയ്യാത്ത ഡോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ഷമയെടുത്ത് അത് ചെയ്യാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രേറ്റ് ട്രെയിനിങ് ആണ്. ക്രേറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വീടുകളിലൊക്കെ പിന്നെ നമ്മളെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വലിയ 5x5 സൈസിലുള്ള കേജല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ട്രാവലിനൊക്കെ ഉപയോഗിക്കുന്ന കേജ് കണ്ടിട്ടുണ്ടാവും. ചെറിയ ഡോഗിന് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും, എന്നാൽ അത് കൂടുതൽ ഫ്രീഡം കിട്ടാത്ത ടൈപ്പ് കേജ് ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ചെറിയ കേജ് ഉണ്ടാക്കുക. അതായത് ഡോഗിന് പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഈ ആക്സസ് ലിമിറ്റ് ചെയ്യുന്ന ഒരു കേജ് ഉണ്ടാക്കുക. അതിൽ വേണം ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ, ക്രേറ്റ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓവർനൈറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നൊരു പ്രശ്നമാണ്, പിന്നെ പകലൊന്നും ചെയ്യുന്നില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കേജിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും 2-3 സ്പോട്ടിൽ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർനൈറ്റ് ഈ കേജിൽ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോഗിനെ ശീലിക്കുക. അപ്പോൾ ചെറിയ സ്പേസൊക്കെ ആകുമ്പോൾ പിന്നെ മിക്ക ഡോഗ്സും അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. അപ്പോൾ പിന്നെ ഓവർനൈറ്റ് അതിൽ ചെയ്യുക. എന്നിട്ട് എഴുന്നേറ്റ ഉടനെ ഡോഗിനെ ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് കൊണ്ടുവിടുക. പിന്നെ രണ്ടാമത്തത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊണ്ടുവിടുക. പിന്നെ കുറേ നേരം കളിച്ചതിന് ശേഷം, ഞാനത് ആ പപ്പി ട്രെയിനിങ് വീഡിയോയിൽ പറഞ്ഞു തന്ന കാര്യമാണ്, അത് ഇതിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോഗിന് ഈ പോട്ടി ചെയ്യുന്നത് വരെ ഫ്രീഡം കൊടുക്കാതായിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ കേജിൽ നിന്ന് പുറത്തിറക്കി ഡോഗിനെ കുറച്ച് നേരം കൊണ്ടുവിട്ടു, എന്നിട്ട് ഡോഗ് ടോയ്ലറ്റ് ചെയ്തില്ല,
അപ്പോഴും നിങ്ങൾ ഫ്രീഡം കൊടുക്കാൻ പാടില്ല. ഡോഗിനെ നേരെ എന്ത് ചെയ്യുക, വീണ്ടും കേജിലേക്ക് കൊണ്ടുപോയിടുക. എൻ്റെ ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും അതേ സ്പോട്ടിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് കൂടുതൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ദിവസം നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് മാത്രമേ അത് സക്സസ് ആയിട്ട് വരുള്ളൂ. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആക്സിഡൻ്റലി ഇനി അഥവാ ഡോഗ് നമ്മൾ ഈ പ്രാക്ടീസിനിടയിൽ കേജിൽ ചെയ്തു എന്ന് വരാം, എപ്പോഴെങ്കിലും ചെയ്തു എന്ന് വെച്ച് ഡോഗിനെ പണിഷ് ചെയ്യാനോ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവാനോ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡോഗ് പഠിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് വെച്ചാൽ ഇനി ഡോഗ് ഈ ഫെൻസിൽ പോട്ട് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക, ഡോഗിനെ റിവാർഡ് ചെയ്യുക. ഗുഡ് ഗേൾന്നോ അങ്ങനെ ഗുഡ് ബോയ്ന്നോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡോഗിന് റിവാർഡ് കൊടുക്കുക. ഇനി നിങ്ങൾ ഡോഗിനെ ഈ പോട്ടീസ് പ്ലേസിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോഗ് ടോയ്ലറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗോ പോട്ടീന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യൂവും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡോഗിനെ അങ്ങോട്ടേക്ക് ചെയ്യുക. ഇനി കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ട്രെയിനിങ് സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ വരിക ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ലോങ് വീഡിയോസ് നമ്മൾ യൂട്യൂബിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ സുഹൃത്തുക്കൾ, ഡോഗ് ലവേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.